ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 കീ ഡിസിഷൻസ് ആണ് അതിലെടുക്കേണ്ടതായിട്ടുള്ളത്. അതിലൊന്നാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫിനാൻസിങ് ഡിസിഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് റേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫിനാൻസിങ് ഡിസിഷനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് ഫിനാൻസിങ് ഡിസിഷനിൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും എങ്ങനെ ഡിഫർ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എബിറ്റ് EPS അനാലിസിസ് എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇപ്പോൾ ഒരു ഫേമിന് ലോങ് ടേം സോഴ്സസിൽ നിന്ന് റേസ് ചെയ്യേണ്ടി വരുന്ന ഫണ്ടിൻ്റെ പ്രൊപ്പോർഷനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലോങ് ടേം സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് ലോങ് ടേം റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് വേണം, ഫർണിച്ചർ ഫിക്ചേഴ്സ് വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം. അപ്പോൾ ഇതൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം സോഴ്സസിൽ നിന്നുള്ള ഫണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഈ ലോങ് ടേം സോഴ്സസിൻ്റെ ഫണ്ട് എത്രയുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രത്തോളമാണ്, അതായത് ഇപ്പോൾ ഷെയർസിൽ തന്നെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് കമ്പനീസിൽ നിന്ന് റേസ് ചെയ്തിട്ടാവാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ എടുത്തിട്ടുള്ളത്, ഏതൊക്കെ ഫണ്ട് എത്ര പ്രൊപ്പോർഷനിലാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. നോക്കൂ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫറെൻറ്റ് ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. പലതരത്തിലുള്ള ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ. അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിനെയാണ്. ലോങ് ടേം സോഴ്സസിനെയും പ്ലസ് ഷോർട്ട് ടേം സോഴ്സസിനെയും കൂടി കമ്പൈൻ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ചെയ്യുന്നത്. രണ്ടും ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. Financial structure represents all the long term and short term sources of capital. ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടോ അതിനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓൺലി ലോങ് ടേം സോഴ്സസിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൺലി ലോങ് ടേം സോഴ്സസ് ആണ്. ആ ലോങ് ടേം സോഴ്സസ് പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ് ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ എൻറ്റയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാൻ സാധിക്കും. ഓൺലി ലോങ് ടേം സോഴ്സസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. എൻറ്റയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ലയബിലിറ്റി സൈഡിനെ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു ഫേമിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് എത്ര പ്രൊപ്പോർഷൻ, ഏതൊക്കെ ഫണ്ടാണ് എത്ര പ്രൊപ്പോർഷനാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി, സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, സെർട്ടിനിറ്റി ഓഫ് ഇൻകം, പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ, അസറ്റ് സ്ട്രക്ചർ എന്നൊക്കെ വരുന്ന കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്താണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ആദ്യത്തേതാണ് പ്രോഫിറ്റബിലിറ്റി. ഏതൊരു ഫേമും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എയിം ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്
അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് ഏൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം എന്നായിരിക്കണം. ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അതായത് ഷെയർസിന് മാക്സിമം ഏണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കണം. ഈ ഏണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എബിറ്റ് ഇൻക്രീസ് ചെയ്യണം. എബിറ്റിനും EPSും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് എബിറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ EPS കിട്ടുന്നത്, അതായത് ഏണിങ്സ് പെർ ഷെയർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ എബിറ്റ് EPS അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ EPS ഉള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം, EPS പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. EPS പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം ഏർണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. പിന്നെ അടുത്തത് ലിക്വിഡിറ്റി ആണ് പറയണത്. ലിക്വിഡിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫേമിലെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസും എക്സ്പെക്റ്റഡ് ക്യാഷ് ഔട്ട്ഫ്ലോസും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട്ഫ്ലോസിനേക്കാളും കുറവാണെങ്കിൽ, ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ് കൂടുതലാവുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഡെപ്റ്റ് ഫിനാൻസ് എന്തെങ്കിലും റേസ് ചെയ്തിട്ട് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കണം. ഇൻ കേസ് അങ്ങനെ കുറവാവുകയാണെങ്കിൽ അപ്പോൾ ലിക്വിഡിറ്റി നമ്മൾ എങ്ങനെയാണെങ്കിലും എൻഷുർ ചെയ്തിരിക്കണം. കുറവാണെങ്കിൽ അത് ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടായാലും നമ്മൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി പിന്നെ പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഏതൊരു സന്ദർഭത്തിൽ നമുക്ക് അഡീഷണൽ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വരികയാണെങ്കിലും അപ്പോൾ നമുക്കൊരു ഡെപ്റ്റ് റേസ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ സാധിക്കണം. അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ഫ്ലെക്സിബിലിറ്റി പറയുന്നത്. പിന്നെ സൈസ് ഓഫ് ബിസിനസ് എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷനെ എഫക്റ്റ് ചെയ്യുന്നത്? അതായത് ഒരു ലാർജ് കമ്പനി ആണെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നായിരിക്കും ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ കൂടും. ഒരു സ്മോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ക്യാപിറ്റൽ സോഴ്സസ് അതിന് റിക്വയർ ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഒരു ഫേമിൻ്റെ സൈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നേച്ചർ ഓഫ് ബിസിനസ് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നേച്ചർ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഫേംസിൻ്റെയും ട്രേഡിംഗ് ഫേംസിൻ്റെയും നോക്കാം. മാനുഫാക്ചറിങ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് അസറ്റിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതായിട്ട് വരും. ട്രേഡിംഗ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം കറൻറ്റ് അസറ്റ്സിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയാണ് നേച്ചർ ഓഫ് ബിസിനസ് ആ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അടുത്തത് സെർട്ടനിറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് ഇൻകം എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു ഫാക്ടർ ആവുന്നത്? ഇപ്പോൾ റെഗുലറായിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ഒരു പേടിയും കൂടാതെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അവർക്ക് റെഗുലറായിട്ട് ഇൻകം ഉണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് റെഗുലറായിട്ട് പേ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറഗുലറായിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, പക്ഷേ ദേ മേക്ക് ഹ്യൂജ് റിട്ടേൺസ് എന്നുള്ളൊരു കമ്പനിയാണെങ്കിൽ, അതായത് അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇറഗുലറായിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു റെഗുലാരിറ്റിയും ഇല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസെർട്ടൻ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഒരു ഫേമിനുള്ളത് എങ്കിൽ അവർക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഫേം ഒക്കെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതായത് അവരുടെ ഇൻകം ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ അൺസെർട്ടൻ ആണ് അവരുടെ ഇൻകം. അങ്ങനെയുള്ള ഫേംസിന് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. അതാണ് സെർട്ടനിറ്റി ഓഫ് ഇൻകം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ പീരിയഡ് ആൻഡ് പേർപ്പസ് ഓഫ് ഫിനാൻസിങ്. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ഇക്വിറ്റി ഷെയർസ് യൂസ് ചെയ്യാം. ലോങ് ടേം അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മീഡിയം ടേം ഫിനാൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അടുത്ത ഫാക്ടർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന ഫാക്ടറാണ്.
ട്രേഡിംഗ് ഓൺ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിബഞ്ചേഴ്സും ലോൺസും പ്രിഫറൻസ് ഷെയർസൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഈക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഈക്വിറ്റി ക്യാപിറ്റലിനൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോൺസ് ഒക്കെ റേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഈക്വിറ്റി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈക്വിറ്റി ഷെയറിൻ്റെ മുകളിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഈക്വിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നും പറയാറുണ്ട്. ട്രേഡിംഗ് ഓൺ ഈക്വിറ്റീന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈക്വിറ്റീൻ്റെ മുകളിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പല സോഴ്സസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വിറ്റി ഷെയറിൻ്റെ മുകളിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടണം എന്നുള്ള ഒരു ഫേമാണ് എന്നുണ്ടെങ്കിൽ അവർ മറ്റ് പല സോഴ്സസും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മറ്റ് പല സോഴ്സസിനെയും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതാണ് ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ. ഒരു ഓർഗനൈസേഷൻ്റെ മുകളിലുള്ള കൺട്രോൾ റീറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആണ് ആ ഫേമിലുള്ളത് എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യേണ്ടത് കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സുമാണ്. കാരണം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഫേമിൽ ഓണർഷിപ്പ് കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കണം. അതാണ് ഡിസയർ ടു റീറ്റെയിൻ കൺട്രോളിൽ പറയണത്. പിന്നെ അടുത്തത് അസറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഒരു ഫേമിനകത്ത് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ടോട്ടൽ അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ്, കറൻറ്റ് അസറ്റ് എത്രയുണ്ട്, അതിനനുസരിച്ച് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രൊപ്പോർഷനിലും മാറ്റം സംഭവിക്കും. അതെങ്ങനെയാണ്? ഫിക്സഡ് അസറ്റ് കൂടുതലായിട്ടുള്ളൊരു ഫേമാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ത്രൂ റേസ് ചെയ്ത ക്യാപിറ്റലായിരിക്കണം കൂടുതലായിട്ടുള്ളത്. അഥവാ ഇനി കറൻറ്റ് അസറ്റ്സ് ആണ് കൂടുതലെങ്കിൽ അവർക്ക് ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലായിരിക്കണം കൂടുതലായിട്ടുള്ളത്. അതാണ് അസറ്റ് സ്ട്രക്ചർ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വരുന്നത്. അടുത്ത് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷനെ എഫക്റ്റ് ചെയ്യുന്നത്? അതിൽ ആദ്യത്തെ ഫാക്ടർ പറയുന്നത് കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മുടെ എക്കോണമിയിൽ വരുന്ന ബൂം, ഡിപ്രഷൻ എന്നൊക്കെ പറയണത് ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? ഇപ്പോൾ ബൂമുള്ള സമയത്ത് നമുക്ക് ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോൺസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിലൂടെയൊക്കെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻസാണ് നമ്മളെ അതിന് ഒരു ഫേമിനെ അതിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഡിറ്റർമിനേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് ആണ് അതിൻ്റെ ഡിറ്റർമൈനിങ് ഫാക്ടർ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമ്മുടെ ഫേമിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ അടുത്ത ഫാക്ടർ എന്താണ് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ റിസ്ക് ടേക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ല കോഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അവരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഈക്വിറ്റി ഷെയർസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. കോഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രിഫറൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? അവർക്കൊരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഇൻകം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കോഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഫാക്ടറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് പറയണത്. പിന്നെ അടുത്തത് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്. ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിരിക്കണം നമ്മൾ റേസ് ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതാണ് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്ങിൽ പറയണത്. അപ്പോൾ നമുക്ക് ഡിബഞ്ചേഴ്സ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ലോസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ അനുസരിച്ച് വേണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ.
പിന്നെ അടുത്തതാണ് ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസി എന്താണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്. കാരണം എന്താണ്, ഒരു ഹൈ റേറ്റ് ഓഫ് ടാക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസാണ് ഇൻട്രസ്റ്റ് ഗിവൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ടാക്സിനെ കുറയ്ക്കും. അപ്പോൾ അതാണ് നമ്മൾ ടാക്സേഷൻ പോളിസിയും എപ്പോഴും കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത് ചില മാനേജ്മെൻറ്റ് റിസ്ക് ടേക്കിംഗ് ആയിരിക്കും, ചിലത് റിസ്ക് ടേക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല. അപ്പോൾ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനാണ് കൂടുതലായിട്ട് ശ്രമിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത മാനേജ്മെൻറ്റ് ഈക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റിൽ പറയണത്. അടുത്തത് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാൽ എന്താണ് എന്നാണ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റി ഇൻ ടോട്ടൽ ക്യാപിറ്റൽ ദാറ്റ് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ കമ്പനി. ഒരു കമ്പനീൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്യാപിറ്റലിൽ ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റീനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് അതിന് സൂചിപ്പിക്കുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് മാക്സിമം റിട്ടേൺ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ദ കമ്പനി എൻഷുർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡെപ്റ്റിനെയും ഈക്വിറ്റിനെയും എങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നു, ആ ഒരു കോമ്പിനേഷനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെൻസ് there should be a judicious combination of the various sources of long-term funds which provides a lower overall cost of capital and so a higher total market value for the capital structure. Optimal capital structure may thus be defined as the mixing of the permanent sources of funds used by the firm in a manner that will maximize the company's common stock price by minimizing the firm's composite cost of capital. അതായത് ഒരു ഫേമിൻ്റെ മാക്സിമം വാല്യൂ എൻഷുർ ചെയ്യുന്ന അതേസമയം അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്ന, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് വേരിയസ് സോഴ്സ് ഓഫ് ഡെപ്റ്റും ഈക്വിറ്റീൻ്റെയും കോമ്പിനേഷനാണത്. നമുക്കറിയാം ഡെപ്റ്റ് എന്തൊക്കെയാണ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെയാണ് ഡെപ്റ്റ്. അതേപോലെ തന്നെ ലോങ് ടേം ലോൺസ്. പിന്നെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്, ഡെപ്റ്റിൻ്റെയും അതേസമയം ഈക്വിറ്റിൻ്റെയും ഉണ്ട്. ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ടിനെയാണ്, അതായത് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ, ഇതിനൊക്കെയാണ് ഈക്വിറ്റി എന്ന് പറയുന്നത്. ഈ ഡെപ്റ്റും ഈക്വിറ്റിയും എത്ര പ്രൊപ്പോർഷനിലുണ്ട്, ആ പ്രൊപ്പോർഷൻ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതായിരിക്കണം. അറ്റ് ദ സെയിം ടൈം അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്ന തരത്തിലും ആയിരിക്കണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റേസ് ചെയ്യുന്ന ക്യാപിറ്റലിന് നമ്മളൊരു എക്സ്പെൻസ് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് കൊടുക്കണം, ഡിബഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കണം, ലോൺസിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് അങ്ങനെ ഒരു കോസ്റ്റൊന്നും, പ്രത്യേകിച്ചൊരു കോസ്റ്റൊന്നും ഇല്ലാത്തൊരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ദാറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് വരുന്ന മൊത്തം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്ന തരത്തിൽ അതേസമയം ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം നമ്മുടെ ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റി മിക്സ് എന്ന് പറയുന്നത്. ആ ഒരു മിക്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എബിറ്റ് ആൻഡ് EPS അനാലിസിസ് എന്താണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എബിറ്റ് എന്താണ് എന്നറിയണം. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ളതാണ് എബിറ്റ് എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ. അതായത് ഒരു കമ്പനീൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇറ്റ് ഈസ് ഏർണിങ്സ്
ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഏർണിങ്സിനെയാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത്. അതായത് അതൊരു ടോട്ടൽ എമൗണ്ടാണ്. അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും ഒന്നും ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാറുണ്ട്, ഓപ്പറേറ്റിംഗ് ഏർണിങ്സ് എന്ന് പറയാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയാറുണ്ട്, PBIT എന്നും പറയാറുണ്ട്. പിന്നെ അടുത്തത് EPS എന്ന് പറഞ്ഞാൽ എന്താണ്? EPSൻ്റെ എക്സ്പാൻഷൻ ഏർണിങ്സ് പെർ ഷെയർ. അതായത് ഓരോ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഏർണിങ്സ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. അതിനെയാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഓരോ ഷെയറിന് മുകളിൽ നമ്മൾ എത്രയാണ് ഒരു ഫേം എത്രയാണ് അതിൻ്റെ റിട്ടേൺ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹയർ EPS ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ വാല്യൂ ആണ്. ഒരു ഫേമിനും അതേപോലെ തന്നെ ആ ഒരു ഷെയറിനും മോർ വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവും. നല്ല ഹൈ EPS വാല്യൂ ഉണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എബിറ്റ് EPS അനാലിസിസ് എന്താണെന്ന് നോക്കാം. എബിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, EPS എന്താണെന്ന് പറഞ്ഞു. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ ആണ്. അതായത് ഒരു ഷെയറിന് മുകളിൽ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ആയിരിക്കുമല്ലോ ഒരാൾ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ EPS കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അറ്റ് എ ഗിവൻ എബിറ്റ്, അതിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ടൂളാണ് എബിറ്റ് EPS അനാലിസിസ് എന്ന് പറയുന്ന ടൂൾ. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗിവൻ എബിറ്റിൽ അല്ലെങ്കിൽ ഒരു ഗിവൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് EPS ഉണ്ടാക്കാൻ പറ്റുന്നത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ നിന്നാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊജക്ട്സിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എബിറ്റ് EPS അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു എവ്രിവൺ.